നമ്മുടെ എല്ലാ വിജയത്തിനും ഐശ്വര്യത്തിനും കാരണമായി നിൽക്കുന്നത് ഈശ്വര കൃപയാണ്. ഒന്നില്ലെങ്കിൽ മറ്റെല്ലാം വെറും പൂജ്യം മാത്രം. മറിച്ച് ഒന്നിനോട് ചേർന്നാൽ മറ്റെല്ലാം വിലയുള്ളതായിത്തീരും. ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുകയാണ്. രാജാവും മന്ത്രിയും വേഷം മാറി രാജ്യത്തിൻ്റെ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു യാചകനെ കണ്ട്. അപ്പോൾ യാചകൻ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം ഭിക്ഷ ചോദിക്കുകയാണ് ഓരോരുത്തർ. ഭിക്ഷ കൊടുക്കുമ്പോൾ അയാൾ മുന്നോട്ട് നോക്കി ഈശ്വരൻ ജയിക്കട്ടെ എന്ന് പറയും. ചിലരൊന്നും കൊടുക്കില്ല കൈ നീട്ടുമ്പോൾ. അപ്പോഴും അദ്ദേഹം മുന്നോട്ട് നോക്കി ഈശ്വരൻ ജയിക്കട്ടെ എന്ന് പറയും. ഇവരെ നോക്കി നിന്നു. വീണ്ടും രാജാവും മന്ത്രിയും കൂടി വേറൊരു ദിവസം വേറെ തെരുവ് കൂടെ പോകുമ്പോൾ വേറൊരു യാചകനെ കണ്ട്. അയാൾ ഇങ്ങനെ കൈനീട്ടുകയാണ്. ആരെങ്കിലും കൊടുക്കുമ്പോൾ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറയാം. അപ്പം ഈ രാജാവ് മന്ത്രിയോട് പറയാണ്, എനിക്ക് തോന്നുന്നു ഇവൻ വളരെ ബുദ്ധിമാനാണ്. അതെന്താന്ന് മന്ത്രി ചോദിച്ചു. അത് രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറയുന്നില്ല, അതുകൊണ്ട് അവൻ നല്ല ബുദ്ധിമാനാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം മന്ത്രി പറഞ്ഞ്, അവനല്ല ബുദ്ധിമാൻ, ഈശ്വരൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞവനാണ് ബുദ്ധിമാൻ. രാജാവ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു വാദം പോലായി. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് രാജ്യത്തിലുള്ള യാചകന്മാർക്ക് വേണ്ടി സമ്മാനം കൊടുക്കുന്ന ഒരു ദിവസം വെച്ച് വിളംബരം ചെയ്തു. കൊടുക്കുന്നത് ഒരു കൊല പഴവും ഒരു കിഴിപ്പണവും കൊടുക്കും. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കണ്ട രണ്ട് യാചകരെയും കണ്ട്. അപ്പം രാജാ നീണാ വാഴട്ടെ എന്ന് പറഞ്ഞ ആൾ വന്നപ്പോൾ ഇദ്ദേഹം എന്ത് കൊലപ്പഴമല്ല കൊടുത്തത്, സൈഡിലൊരു മത്തങ്ങ വെച്ചിരുന്നു. അതെടുത്ത് രാജാവ് നീണാ വാഴട്ടെ എന്ന് പറഞ്ഞ യാചകന് കൊടുത്തു. ആ കിഴിപ്പണവും കൊടുത്തു. ഈശ്വരൻ ജയിക്കട്ടെ എന്നൊന്നും പറഞ്ഞ ആൾക്കും മറ്റുള്ളവർക്ക് കൊടുത്ത പോലെ തന്നെ കൊലപ്പഴവും കിഴിപ്പണവും കൊടുത്തു. കുറേ നാൾ കഴിഞ്ഞ് മന്ത്രിയും രാജാവും കൂടെ വേഷം മാറി പോകുമ്പം രാജാവ് നീണാ വാഴട്ടെ എന്ന് പറഞ്ഞാൽ വീണ്ടും യാചിക്കുക അവിടെയാണ്. അപ്പം അദ്ദേഹത്തെ നോക്കിയപ്പോൾ ആ പഴയ യാചകൻ തന്നെയാണ്. രാജാവ് കണ്ണു തള്ളിപ്പോയി. അടുത്തെന്ന് ചോദിച്ച്, നിനക്ക് രാജാവ് ഒരു മത്തങ്ങ തന്നില്ലേ, അതെന്ത് ചെയ്തു, അതെവിടെ? അത് ഞാൻ അപ്പം തന്നെ ഒരു കടയിൽ കൊണ്ട് വിറ്റു, 2 രൂപ കിട്ടി. അപ്പം കടയിൽ ചെന്ന് ഈ മത്തങ്ങ ആരാ മേടിച്ചത്? അത് ഞങ്ങൾക്കറിയത്തില്ല, ആൾക്കാർ വന്നു മേടിച്ചുകൊണ്ട് പോയി, അത് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും രാജാവും മന്ത്രിയും ഇങ്ങനെ തെരുവുകളോട് നടക്കുമ്പം ഒരാളെ ഇങ്ങനെ തേരിലേക്ക് പൂവിട്ട് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം നോക്കിയപ്പോൾ ഈശ്വരൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞ യാചകനാണ് ആ തേരിലിരിക്കുന്നത്. അദ്ദേഹം കണ്ണു തള്ളി. അപ്പോൾ ഇയാൾ ആരാണെന്ന് ജനങ്ങളോട് ചോദിച്ചു. ഇയാൾ എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര റെസ്പെക്റ്റ് കൊടുക്കുന്നു, ആരാധിക്കുന്നു? പറഞ്ഞാൽ അദ്ദേഹം നേരത്തെ യാചകനായിരുന്നു. എവിടുന്നും അദ്ദേഹത്തിന് കുറേ നിധികളൊക്കെ കിട്ടി. അദ്ദേഹം അതുകൊണ്ട് വലിയ വീടുമൊക്കെ വെച്ചതെല്ലാം ചെയ്ച്ച് ആ ഗ്രാമവാസികളെല്ലാം അവർക്ക് വേണ്ട ചിലവുകളും സഹായങ്ങളും എല്ലാം കൊടുക്കുന്ന ഈ മനുഷ്യനാണ്. നടന്ന് എല്ലാവരെയും സ്നേഹിക്കാനും സേവിക്കാനും പോയി. അദ്ദേഹം അതുകൊണ്ട് എല്ലാവർക്കും വലിയ കാര്യം. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ജന്മനാൾ ദിവസമാണ്. അത് എല്ലാവരും കൂടി അദ്ദേഹത്തിനെ എഴുന്നള്ളിക്കുകയാണ്. സ്നേഹപ്രകടനം നടത്തുന്നവർ. തേലിരുന്ന ആൾ ഇറങ്ങി വന്നു. നീ ഇങ്ങനെയായി. ഞാനൊരു കടങ്ങിൽ പോയി മത്തങ്ങ മേടിച്ചു. മത്തങ്ങ തുറന്നു നോക്കിയപ്പോൾ നിറയെ രത്നമായിരുന്നു. അപ്പം രത്നം എടുത്തിട്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അപ്പം എന്നെപ്പോലുള്ള കഷ്ടപ്പാടുള്ളവരുണ്ടല്ലോ വെച്ച് അതിൽ പകുതിയും ഗ്രാമവാസികൾക്ക് സാധുക്കൾക്ക് വേണ്ടി കൊടുത്തു. ബാക്കി ഞാനും എടുത്തു. ഈശ്വരൻ്റെ കൃപ കൊണ്ട് അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പം രാജാവ് മന്ത്രി നോക്കി തല കുരിച്ചു. മന്ത്രി, നമ്മുടെ മത്സരത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു. അങ്ങ് അന്ന് പറഞ്ഞില്ലേ ഈശ്വരൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞവനാണ് ബുദ്ധിമാനെന്ന്. അപ്പം അങ്ങ് പറഞ്ഞാണ് ശരിയെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു.
അപ്പം ഇത് കിട്ടിയിട്ട് പോലും അത് അനുഭവിക്കാൻ പറ്റിയില്ല. രക്തം കയ്യിൽ കിട്ടിയിട്ട് പോലും അത് അനുഭവിക്കാൻ പറ്റിയില്ല. ഈശ്വര കൃപയുണ്ടെങ്കിൽ എന്ത് സാധ്യമാകുമെന്നും അവിടുത്തെ കൃപയില്ലെങ്കിൽ ഒന്നും സാധ്യമല്ലെന്നും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മനുഷ്യപ്രയത്നത്തിൻ്റെ പരിധിയും ഈശ്വരൻ്റെ കൃപയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ വിനയവും എളിമയും ആ നന്ദിയും അതുണ്ടെങ്കിലേ എന്തും മധുരമാകുള്ളൂ. കാലം, പ്രയത്നം, ഈശ്വര കൃപ, ഇത് മൂന്നും നമുക്ക് ആവശ്യമാണ്. ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ട കൃപയ്ക്കാണ് നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത്.